മലയാള സിനിമയുടെ ഗഫൂർ കാ ദോസ്ത് വിടവാങ്ങി. ആദ്യം പ്രധാന വാർത്തകൾ. ചലച്ചിത്ര നടൻ മാമുക്കോയ അന്തരിച്ചു. അന്ത്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ. വിട പറഞ്ഞത് 4 പതിറ്റാണ്ട് മലയാളിയെ പൊട്ടിച്ചിരിപ്പിച്ച അതുല്യ പ്രതിഭ. രാത്രി 10 വരെ കോഴിക്കോട് ടൗൺ ഹാളിൽ പൊതുദർശനം. സംസ്കാരം നാളെ കോഴിക്കോട് കണ്ണംപറമ്പ് ജുമാ മസ്ജിദിൽ. വിവാദമായ AI ക്യാമറ ഇടപാട് വിജിലൻസ് അന്വേഷിക്കും. പ്രാഥമിക പരിശോധനയ്ക്ക് വിജിലൻസിന് സർക്കാരിന്റെ അനുമതി. ക്യാമറ ഇടപാടിൽ കൂടുതൽ ദുരൂഹതകൾ പുറത്ത്. കോഴിക്കോട്ടെ പ്രസാദിയോ ഉപകരാർ നൽകാൻ ശ്രമിച്ചത് അൽ ഹിന്ദ് എന്ന സ്ഥാപനത്തിനെന്ന് റിപ്പോർട്ട്. ഇടപാടുകൾ പരസ്യപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് VD സതീശൻ കത്തയച്ചു. മലയോര മേഖലയ്ക്ക് ആശ്വാസം. ബഫർ സോണിലെ സമ്പൂർണ്ണ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ല. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ക്വാറികൾക്കും നിയന്ത്രണം വരും. മുൻ ഉത്തരവ് സുപ്രീം കോടതി ഭേദഗതി ചെയ്തു. സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തിൽ സിനിമാ മേഖല 2 തട്ടിൽ. നിർമ്മാതാക്കൾ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് ഫെഫ്ക. ലഹരി ഉപയോഗിക്കുന്നവരെ മാറ്റി നിർത്തുമെന്ന് ഫിലിം ചേംബർ. നടന്മാരെ വിലക്കിയ നടപടിക്കൊപ്പമെന്ന് മന്ത്രി സജി ചെറിയാൻ. VK ശ്രീകണ്ഠൻ MP-യുടെ ചിത്രം വന്ദേ ഭാരത് എക്സ്പ്രസിൽ പതിപ്പിച്ചതിൽ RPF അന്വേഷണം. പോസ്റ്റർ ഒട്ടിച്ച 6 കോൺഗ്രസ് പ്രവർത്തകരെ തിരിച്ചറിഞ്ഞത് അട്ടപ്പാടി പുതൂർ പഞ്ചായത്ത് അംഗം സെന്തിലടക്കമുള്ളവരെ. പോസ്റ്റർ പതിപ്പിച്ചവർക്ക് താക്കീതുമായി PK ശ്രീകണ്ഠൻ MP. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ AC ഗ്രില്ലിൽ ചോർച്ച. കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നു. ഓപ്പറേഷൻ കാവേരിയിലൂടെ 534 ഇന്ത്യക്കാരെ കൂടി സൗദിയിലെത്തിച്ചു. പോർട്ട് സുഡാനിൽ നാട്ടിലേക്ക് മടക്കയാത്ര കാത്തിരിക്കുന്നത് 1000-ലേറെ പേർ. ജിദ്ദയിലെത്തിയ മലയാളികൾ അടക്കമുള്ളവരെ ചാർട്ടേഡ് സർവീസുകൾ വഴി നാട്ടിലെത്തിക്കും.